نستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ സർവ്വമുഖ മണ്ഡലങ്ങളിലും കഴിവിൻ്റെ പരമാവധി പാലിച്ച് ജീവിക്കണമേ എന്ന് ശക്തമായ ഭാഷയിൽ എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. ആ രൂപത്തിൽ ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മാസത്തെ അതിതീവ്ര പരിശീലനത്തിന് ശേഷം നാം ഇന്ന് ഈദുൽ ഫിത്തർ, ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ എല്ലാവർക്കും ഈദ് ആശംസകൾ നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്ന വമിൻകും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. കഠിനമായ പരിശീലനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അങ്ങനെ പൂർത്തിയാക്കുന്ന ആളുകൾക്ക് പരിശീലനത്തിൻ്റെ ഒടുവിൽ ഒരു പാസ് ഔട്ട് പരേഡ് ഉണ്ടാവാറുണ്ട്. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയതിൻ്റെ സർട്ടിഫിക്കറ്റും മെഡലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അധികാരികളിൽ നിന്ന് സന്തോഷത്തോടെ ഏറ്റുവാങ്ങുന്ന ദിവസമാണ് പാസ് ഔട്ട് പരേഡ് എന്ന് പറയുന്നത്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ഒരു മാസക്കാലം അതിതീവ്രമായ പരിശീലനത്തിലായിരുന്നു. ആത്മനിയന്ത്രണമായിരുന്നു ആ പരിശീലനത്തിൻ്റെ മുഖ്യ ഇനം. വിജയകരമായി ആ പരിശീലനം പൂർത്തിയാക്കിയതിൻ്റെ സന്തോഷവേളയിലാണ് നാം ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷത്തോടുകൂടി ഈ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. റബ്ബിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അടിമകളായി നമ്മൾ മാറിയിരിക്കുന്നു ഈ ഒരു മാസത്തോടുകൂടി. ഇവിടെ നാം തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ യാഥാർത്ഥ്യം, ഒരു പരിശീലനവും നടക്കാറുള്ളത് ആ പരിശീലന മാസത്തേക്ക് മാത്രമായിട്ടല്ല, മറിച്ച് അതിനുശേഷമാണ് ആ നേടിയ കഴിവുകളെല്ലാം പ്രായോഗിക തലത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടത്. നമ്മൾ നേടിയ നമ്മുടെ കഴിവുകളെല്ലാം ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിലുള്ള വഴികാട്ടിയാകുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മൾ പൂർത്തിയാക്കിയ പരിശീലനം അഥവാ നോമ്പ് വിജയകരമായി എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. നാം ചിന്തിച്ചു നോക്കണം, യഥാർത്ഥ നോമ്പുകാരൻ്റെ നോമ്പ് അവന് എവിടെയാണ് ബാധിക്കുക? യാതൊരു സംശയവും ഇല്ല, അവൻ്റെ മനസ്സിനെ തന്നെയാണ് നോമ്പ് ബാധിക്കുക. യഥാർത്ഥ വിശ്വാസിയുടെ നോമ്പ് ബാധിക്കുന്നത് അവൻ്റെ മനസ്സിനെയാണ്. ആ മനസ്സിനെ സ്ഫുടം ചെയ്തെടുക്കുകയായിരുന്നു, പരിശുദ്ധമാക്കുകയായിരുന്നു, സംസ്കരിച്ചെടുക്കുകയായിരുന്നു ആ ഒരു മാസത്തോളം. കാരണം ആ മനസ്സ് നന്നായാൽ അവൻ നന്നായി, ആ മനസ്സ് മലിനപ്പെട്ട് കഴിഞ്ഞാൽ അവൻ നശിച്ചു. അതാണ് അള്ളാഹു പറഞ്ഞത്. ഞാൻ ഓതി വെച്ച ആയത്തുകൾ, വനഫ്സിൻ വമാ സവ്വാഹ,
സപ്താത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുകയാണ്, 7 മഹാ അത്ഭുതങ്ങളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞതിന് ശേഷം 8ാമത്തെ ഒരു മഹാത്ഭുതത്തെക്കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തി. അതെന്താണെന്നറിയോ? നമ്മുടെ മനസ്സാണ്. ആ മനസ്സെന്ന് പറയുന്ന അത്ഭുതത്തിന്റെ പ്രത്യേകത അള്ളാഹു പറയാ, വനസ്സിം വമാ സവ്വാഹ. ആ മനസ്സും അതിനെ ഏറ്റവും നല്ല രൂപത്തിലും സംവിധാനിച്ചവനും തന്നെയാണ് സത്യം. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. ആ മനസ്സിന്റെ ഉള്ളിൽ ധാർമ്മിക ബോധവും അധാർമിക ബോധവും സംവിധാനിച്ചവൻ തന്നെയാണ്, അവൻ തന്നെയാണ് സത്യം, അവനത് സംവിധാനിച്ചിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നൊരു കാര്യമുണ്ട്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആ മനസ്സുണ്ടല്ലോ, ആ മനസ്സിനെ പരിശുദ്ധമാക്കിയവൻ, ആ മനസ്സിനെ സംസ്കരിച്ചവൻ, ആ മനസ്സിനെ സ്ഫുടം ചെയ്തെടുത്തവൻ വിജയിച്ചിരിക്കുന്നു. എന്നാൽ വഖദ് ഖാബ മൻ ദസ്സാഹ. ആരാണോ ആ മനസ്സിനെ മലിനപ്പെടുത്തിയവൻ, അവൻ തികഞ്ഞ പരാജയത്തിലാണ്, അവൻ്റെ ജീവിതം തികഞ്ഞ പരാജയത്തിലാണ്. 80 90 കൊല്ലം ജീവിച്ചു എന്നത് വിജയത്തിൻ്റെ അടയാളമല്ല, മറിച്ച് ആ മനസ്സിനെ പരിശുദ്ധമാക്കിയവൻ, സംസ്കരിച്ചെടുത്തവൻ, അവനാണ് വിജയി എന്ന് അള്ളാഹു കൃത്യമായിട്ട് പറയുകയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ജനിച്ച ഒരു കുഞ്ഞിൻ്റെ പരിശുദ്ധമായ മനസ്സ് പോലെയുള്ള മനസ്സാണ് ഈ നോമ്പിലൂടെ ഞാനും നിങ്ങളും നേടിയെടുത്തത്. അതായത് നമ്മൾ ഇപ്പോൾ സ്വർഗ കവാടത്തിൻ്റെ തൊട്ടടുത്താണ് എന്നർത്ഥം. ആ സ്വർഗ കവാടത്തിൽ എത്തിയ നമ്മെ പിന്നോട്ട് കൊണ്ടുപോവാൻ, തിരിച്ചു കൊണ്ടുപോവാൻ, മടക്കി കൊണ്ടുപോവാൻ പിശാച് കഴിവതും പരിശ്രമിക്കും. അത് ഉറപ്പാണ്. തിരിച്ചു പോകണോ അതോ മുമ്പിലേക്ക് നടന്ന് സ്വർഗത്തിലേക്ക് കയറണോ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നാം ഓർക്കണം, ഇനി ഒരു പക്ഷേ ഇതുപോലെ ഒരു റമളാൻ, ഇതുപോലെ ഒരു നോമ്പ് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ കിട്ടണമെന്നില്ല. ഒരു പക്ഷേ നമ്മുടെ അവസാന റമളാനായിരിക്കാം ഇത്. അതുകൊണ്ട് നാം നേടിയെടുത്ത തഖ്വ, നാം നേടിയെടുത്ത സൂക്ഷ്മതാബോധം അത് കൈവിടാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. പിശാചിന്റെ പ്രലോഭനങ്ങളിൽ വഴങ്ങാതിരിക്കേണ്ടതുണ്ട്. നമ്മുടെ പെരുന്നാൾ പോലും വെറും ഒരു ആഘോഷമല്ല, അതും ഒരു ആരാധനയാണ്. ഈ ആഘോഷം തുടങ്ങുന്നത് തന്നെ തക്ബീർ ധ്വനികളോട് കൂടിയാണ്, പെരുന്നാൾ നിസ്കാരത്തോടു കൂടിയാണ് നമ്മുടെ ഈ ആഘോഷം തുടങ്ങുന്നത്. നമ്മുടെ പെരുന്നാളിന്റെ സന്ദേശം തന്നെ ഈ തക്ബീർ ധ്വനികളാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. തക്ബീർ ധ്വനികൾ ഉയർത്തുകയാണ്. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹു അക്ബർ എന്ന് ഞാനും നിങ്ങളും മനസ്സറിഞ്ഞുകൊണ്ടാണ് പറഞ്ഞതെങ്കിൽ, നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഞാനും നിങ്ങളും പറയാ, അല്ലാഹു അക്ബർ, എനിക്ക് ഏറ്റവും വലുത് എൻ്റെ റബ്ബാണ്. ഇതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. മനസ്സറിഞ്ഞാണ്, മനസ്സിൽ തട്ടിയാണ് ഞാനും നിങ്ങളും അത് പറഞ്ഞതെങ്കിൽ നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് ഏറ്റവും വലുത് എൻ്റെ റബ്ബാണ്. എൻ്റെ ഉമ്മയല്ല, എൻ്റെ ഉപ്പയല്ല, എൻ്റെ മക്കളല്ല, എൻ്റെ ഇണയല്ല, എൻ്റെ സഹോദരങ്ങളല്ല, എൻ്റെ അയൽവാസിയല്ല, എൻ്റെ കൂടപ്പിറപ്പുകളല്ല, എൻ്റെ സുഹൃത്തുക്കളല്ല, എനിക്ക് ഏറ്റവും വലുത് എൻ്റെ റബ്ബാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ എൻ്റെ റബ്ബും മറ്റുള്ളവരും തമ്മിൽ ഏതാണ് ഞാൻ എടുക്കേണ്ടത് എന്നൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ല, എൻ്റെ റബ്ബിനാണ് ഒന്നാം സ്ഥാനം. എൻ്റെ ഭാര്യയ്ക്കല്ല, എൻ്റെ ഭർത്താവിനല്ല, എൻ്റെ ഉമ്മക്കല്ല, എൻ്റെ ഉപ്പയ്ക്കല്ല, എൻ്റെ കൂടപ്പിറപ്പുകൾക്കല്ല, എൻ്റെ സുഹൃത്ത് എന്ത് പറയുന്നു എന്നുള്ളതല്ല, എൻ്റെ സംഘടനയ്ക്കല്ല, എനിക്ക് ഏറ്റവും വലുത് എൻ്റെ റബ്ബാണ്. അല്ലാഹു അക്ബർ, എനിക്ക് ഏറ്റവും വലുത് എൻ്റെ റബ്ബാണ്. ഇതാണ് നമ്മൾ പ്രഖ്യാപിച്ച പ്രഖ്യാപനം. അത് തന്നെയാണ് ഈ പെരുന്നാളിൻ്റെ സന്ദേശവും. ഇതൊരു വെറും വാക്കല്ല. കഴിഞ്ഞ ഒരു മാസക്കാലം നാം ജീവിച്ചത് ഈ അല്ലാഹു അക്ബർ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടായിരുന്നു. എൻ്റെ റബ്ബ് എന്നോട് എന്ത് കൽപ്പിച്ചാലും അതെല്ലാം ചോദ്യം ചെയ്യാതെ ഞാൻ അനുസരിക്കുമെന്ന് നമ്മൾ ജീവിതം കൊണ്ട് തെളിയിച്ചു. അല്ലാഹു ഹലാലാക്കിയ ഭക്ഷണവും പാനീയവും എല്ലാം പകൽ സമയത്ത് കഴിക്കരുത് എന്ന് ആ റബ്ബ് കൽപ്പിച്ചപ്പോ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം പോലും ചോദിക്കാതെ, ഒരു മറുചോദ്യം പോലും ചോദിക്കാതെ നമ്മളത് അംഗീകരിച്ചു. സമിഅനാ വ അത്വഅനാ, റബ്ബേ നീ പറഞ്ഞത് ഞങ്ങൾ കേട്ടു, അനുസരിച്ചു. എന്തിനാണ് എന്നൊരു ചോദ്യം ഞങ്ങൾക്കില്ല, അത് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. നീ എന്തു പറഞ്ഞോ അതനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതാണ് നമ്മുടെ നോമ്പിന്റെ പ്രഖ്യാപനം. ഇതായിരുന്നു നമ്മുടെ നോമ്പ്. റമദാൻ മാസത്തിൽ നമ്മൾ നോമ്പെടുത്തത് ഈ ഒരു പരിശീലനത്തിന് വേണ്ടിയായിരുന്നു. നീ എന്ത് പറഞ്ഞാലും അതെല്ലാം ഞങ്ങൾ കേൾക്കും, അനുസരിക്കും എന്ന രീതിയിലായിരുന്നു നമ്മുടെ ജീവിതം. അള്ളാഹു ഹലാലാക്കിയ ഭക്ഷണം, പാനീയം, ഇണ എന്നിവയിൽ നിന്നെല്ലാം അവൻ കൽപ്പിച്ചതനുസരിച്ച് നാം വിട്ടുനിന്നു. ഹലാലുകളിൽ നിന്ന് പോലും വിട്ടുനിൽക്കാൻ നാം മനസ്സ് കാണിച്ചെങ്കിൽ നാം ആലോചിച്ച് നോക്കണം നമ്മുടെ മനസ്സ് എത്രത്തോളം കടഞ്ഞെടുത്ത് ശുദ്ധമായിരിക്കുന്നു എന്ന്. എന്നാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഹലാലുകളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതില്ല, ഹറാമുകളിൽ നിന്ന് മാത്രം വിട്ടുനിന്നാൽ മതി. ഹലാലുകളെ പോലും ഒഴിവാക്കാൻ മനസ്സ് പാകപ്പെടുത്തിയ ഒരു സത്യവിശ്വാസിക്ക്
ഇനി ഹറാമുകളെ മാത്രം മാറ്റി നിർത്താൻ യാതൊരു പ്രയാസവും ഉണ്ടാവില്ലല്ലോ. അതുമാത്രമല്ല, കരുത്തുറ്റ പല കഴിവുകളും നാം നേടിയെടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ റമദാൻ മാസം 1 മുതൽ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു പ്രത്യേകമായൊരു സൂപ്പർ പവർ നമ്മുടെ ശരീരത്തിലേക്ക് കയറിയിരുന്നു. നമ്മൾ അറിഞ്ഞിട്ടുണ്ടത് അല്ലേ? ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റൂല എന്ന് നമ്മൾ പറഞ്ഞിരുന്ന പല ശീലങ്ങളും റമദാനിൽ നമ്മൾ മാറ്റിയില്ലേ? എങ്ങനെ നമുക്കത് സാധിച്ചത്? ഇതുവരെ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു സൂപ്പർ പവർ ആ റമദാനോടുകൂടി നമ്മുടെ ശരീരത്തിലേക്ക് അങ്ങോട്ട് കയറുകയാണ്. ആത്മനിയന്ത്രണത്തിലുള്ള സൂപ്പർ പവർ, നന്മകൾ ആവേശത്തോടുകൂടി ചെയ്തു കൂട്ടുന്ന സൂപ്പർ പവർ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ അത്താഴങ്ങളും സുബഹി നിസ്കാരത്തിന് ഉണരൽ സാധ്യമാണ് എന്ന ഓർമ്മപ്പെടുത്തലല്ലേ? ഓരോ തറാവീഹും ഖിയാമുൽ ലൈൽ സാധ്യമാണെന്ന ഓർമ്മപ്പെടുത്തലല്ലേ? ഓരോ നോമ്പും നിയന്ത്രിക്കാൻ കഴിയാത്തൊരു ആഗ്രഹവും മനുഷ്യനില്ല എന്ന ഓർമ്മപ്പെടുത്തലല്ലേ? അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റാൻ കരുത്തുള്ളതാണ് റമദാൻ. നമ്മുടെ ജീവിതം, നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റാൻ റമദാൻ കൊണ്ട് സാധിക്കും, നോമ്പ് കൊണ്ട് സാധിക്കും. അത്രയും കരുത്തുറ്റതാണ് റമദാൻ എന്ന് പറയുന്നത്. അത്രയും കരുത്താണ് അതിന്. അതുകൊണ്ട് റമദാനിൻ്റെ അവസാനം പെരുന്നാൾ വന്ന പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനവും നമുക്ക് അതിമനോഹരമായ ചിലത് നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. എങ്ങനെയാണെങ്കിൽ, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം നമ്മൾ റമദാൻ പോലെ കൊണ്ടു നടക്കുകയാണെങ്കിൽ നമ്മുടെ അവസാനത്തിൽ, ഈ റമദാനിൻ്റെ അവസാനത്തിൽ ഈദ് നമ്മൾ ആഘോഷിക്കുന്നത് പോലെ, ഈദ് എന്നുള്ള സുദിനം നമ്മൾ ആഘോഷിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന യാമത്തിൽ നമുക്ക് സന്തോഷകരമായ പരലോകം, ആഖിറത്ത്, സ്വർഗം അത് നമ്മളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു റമദാനിൻ്റെ അവസാനത്തിൽ ഈ ഒരു സന്തോഷം നമ്മൾ ആഘോഷിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ ആ സ്വർഗം നമുക്ക് ആഘോഷിക്കാൻ സാധിക്കണം. അതാണ് ഒരു സത്യവിശ്വാസി ലക്ഷ്യം വെക്കേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് എത്ര ആയുസ്സുണ്ടെന്ന് അറിയില്ല. റമദാനിൽ ഒരു മനുഷ്യന്റെ സമ്പൂർണ്ണമായ ശുദ്ധീകരണമാണ് നടന്നത്. നമ്മുടെ കണ്ണുകളുടെ ശുദ്ധീകരണം നടന്നു, കാതുകളുടെ ശുദ്ധീകരണം നടന്നു, നമ്മുടെ നാവിന്റെ ശുദ്ധീകരണം നടന്നു, നമ്മുടെ മൊബൈൽ ഫോണിന്റെ ശുദ്ധീകരണം നടന്നു, നമ്മുടെ ടിവിയുടെ, കമ്പ്യൂട്ടറിന്റെ ശുദ്ധീകരണം നടന്നു. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതൊക്കെ അതിൽ നമ്മൾ പുറത്ത് വലിച്ചിട്ടു. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് കേൾക്കാൻ നമ്മൾ കാത് കൊടുത്തിട്ടില്ല. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് കാണാൻ നമ്മുടെ കണ്ണുകൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് പറയാൻ നമ്മുടെ നാവുകൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഷഅബാനിൽ നിന്ന് കയറി റമദാനിലൂടെ സഞ്ചരിച്ച് ശവ്വാലിൽ വന്നിറങ്ങുന്ന ഒരു സത്യവിശ്വാസിക്ക് അത്ഭുതകരമായ മാറ്റമാണ് സംഭവിക്കുന്നത്. മറ്റൊരു ആധുനിക സാങ്കേതിക വിദ്യ കൊണ്ടും നേടിയെടുക്കാനാകാത്ത മാറ്റമാണത്. മറ്റൊരു പ്രത്യയ ശാസ്ത്രത്തിനും നൽകാൻ കഴിയാത്ത മാറ്റമാണത്. ശത്രുവിനെ പോലും സ്നേഹിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തുന്ന മാറ്റമാണത്. തൻ്റെ സമ്പത്ത് താൻ സമ്പാദിച്ചതാണെങ്കിലും ആ സമ്പത്തിൽ പാവങ്ങൾക്ക് കൂടി അവകാശമുണ്ട് എന്ന് തിരിച്ചറിയുണ്ടാക്കുന്ന ഒരു മാറ്റമാണത്. ഇതൊന്നും വായിച്ച് പഠിച്ച് ഉണ്ടാക്കിയ മാറ്റമല്ല, മറിച്ച് ജീവിതത്തിൽ പരിശീലിക്കുകയായിരുന്നു. നമ്മൾ പ്രായോഗികമായി പരിശീലിക്കുകയായിരുന്നു. ഇസ്ലാം എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന മതമാണ്. മറ്റുള്ള ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഒരു സത്യവിശ്വാസിയിൽ നിന്ന് ഉണ്ടാകാൻ പാടുള്ളതല്ല. ഇങ്ങോട്ടുള്ള പ്രകോപനങ്ങളിൽ പോലും ക്ഷമയുടെ കരുത്ത് കൊണ്ട് പിടിച്ചു നിൽക്കുന്നവരാണ് സത്യവിശ്വാസി. നോക്കൂ നിങ്ങൾ, അങ്ങനെയുള്ള ആ രൂപത്തിൽ ക്ഷമയോടുകൂടി എല്ലാം സഹിഷ്ണുതയോടുകൂടി ജീവിക്കുന്ന മുസ്ലിം സമുദായത്തെ അവരെ പ്രകോപിപ്പിക്കാൻ പല ആളുകളും, ശത്രുക്കളും ശ്രമിക്കാറുണ്ട്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാൻ പലരുണ്ടാവും. എന്നാൽ നമ്മളോട് തോളോട് തോൾ ചേർന്ന് സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന മറ്റു മതക്കാരുണ്ട്. നമ്മുടെ കൂടെ ജീവിക്കുന്ന മതക്കാരുണ്ട്. നമ്മളെ വളരെയധികം സ്നേഹിക്കുന്ന മതക്കാരുണ്ട്. അവരോട് ഒത്തുചേർന്നുകൊണ്ട് ഇത്തരം ക്ഷുദ്ര ശക്തികളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നത് ഒരു പെരുന്നാൾ സുദിനത്തിലാണ് അല്ലേ? എന്തേ മറ്റൊരു ദിവസവും തെരഞ്ഞെടുത്തുകൂടായിരുന്നു? എന്തിനാണ് ഈ പെരുന്നാളിന്റെ സുന്ദരമായ സുദിനം ആ ഒരു മനുഷ്യനെ തെറ്റ് ചെയ്തതാണെങ്കിൽ ശിക്ഷിച്ചോട്ടെ, തെറ്റുണ്ടെങ്കിൽ അത് അവരുടെ നിയമം. പക്ഷെ എന്തിനാണ് പെരുന്നാളിന്റെ സുദിനം തെരഞ്ഞെടുത്തത്? ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയും ഇസ്രായേൽ പോലെയുള്ള അക്രമി സംഘങ്ങൾ, അത്തരം ശക്തികൾ അവർ തെരഞ്ഞെടുത്തത് റമദാൻ മാസമാണ്. കുരുന്നുകൾ, സ്കൂളിൽ പഠിക്കുന്ന പിഞ്ചു പൈതങ്ങൾ, പെൺകുട്ടികൾ, നൂറുകണക്കിന് പെൺകുട്ടികൾ പെടഞ്ഞു വീണ് മരിച്ചത് ഈ റമദാൻ മാസത്തിലാണ്. എന്തിനാണ് ഈ റമദാൻ മാസം തെരഞ്ഞെടുത്തത്? ഒരു വിഭാഗം ആളുകൾ പരിശുദ്ധമായി കാണുന്ന ഈ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആക്രമണം തുടങ്ങാം എന്ന് വിചാരിച്ചുകൂടായിരുന്നോ? എന്തുകൊണ്ടാണ് റമദാൻ മാസം തിരഞ്ഞെടുത്തത്? മുസ്ലിം സമുദായത്തെ പ്രകോപിപ്പിക്കാനല്ലാതെ മറ്റെന്തിനാ? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, ഇസ്ലാമിൻ്റെ വളർച്ചയും ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നതും പാശ്ചാത്യ ലോകത്ത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, അവരുടെ ചിന്താഗതികൾക്ക് മാറ്റമുണ്ടാക്കുന്നുണ്ട്.
ഇസ്ലാമിനെയും മുസ്ലിം സമുദായത്തെയും പ്രകോപിപ്പിക്കാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുന്നവരാണ് ഇത്തരം ശക്തികൾ. അവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുക, നമ്മുടെ നാട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുക, ആ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കണം. നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ, അത് അങ്ങോട്ട് എത്തണമെങ്കിൽ ആ പ്രാർത്ഥിക്കാനുള്ള യോഗ്യത നമുക്ക് ഉണ്ടാവണ്ടേ. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക, എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. യഥാർത്ഥത്തിൽ ലോക മുസ്ലിങ്ങൾ ഐക്യത്തോടെ നിൽക്കുകയും ഇസ്ലാമിന്റെ സ്നേഹവും സാഹോദര്യവും എല്ലാം മറ്റു മതക്കാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങളിലേക്ക് മത നേതാക്കൾ ശ്രദ്ധ കൊടുക്കുകയും ചെയ്യേണ്ട ഒരു കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. പക്ഷേ ഇപ്പോഴും മത നേതാക്കളടക്കം അവരുടെ വിലപ്പെട്ട സമയവും ഊർജവും ചെലവാക്കുന്നത് പലപ്പോഴും വെള്ളിയാഴ്ചയും പെരുന്നാളും ഒരേ ദിവസം വന്നു കഴിഞ്ഞാൽ ജുമുഅ നിർബന്ധമുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് കാര്യമായിട്ട് നമ്മുടെ സമയം ചെലവാക്കുന്നത്. നിസ്കാരത്തെ കൈ എവിടെയാണ് കെട്ടേണ്ടത്, ഇതൊക്കെയാണ് നമ്മുടെ വലിയ വിഷയങ്ങൾ, അന്താരാഷ്ട്ര വിഷയങ്ങളായിട്ട് നമ്മൾ എടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത്തരം കാര്യങ്ങളിലേക്കാണോ നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകേണ്ടത്? എത്രയെത്ര വലിയ വലിയ കാര്യങ്ങൾ, എത്രയെത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ മുസ്ലിം സമൂഹം ഐക്യത്തോടെ നിന്നുകൊണ്ട് നമ്മളുടെ ഈ ഒരു സമൂഹത്തെ പ്രയാസങ്ങളിൽ നിന്ന് കരകയറ്റേണ്ട ഉത്തരവാദിത്തമുള്ള നേതാക്കൾ അവരുടെ സമയം ചെലവാക്കുന്ന ഇത്തരം കാര്യങ്ങളിലേക്കാണ്. സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, വെള്ളിയാഴ്ചയും ജുമയും ഒരേ ദിവസം വന്നു കഴിഞ്ഞ ജുമയും ഈദും ഒരേ ദിവസം വന്നു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറഞ്ഞത്, ഞങ്ങളിവിടെ ജുമ സംഘടിപ്പിക്കും. അപ്പൊ ജുമ സംഘടിപ്പിക്കൽ എന്തായാലും നിർബന്ധമാണ്. ഇനി അതിന് സാധിക്കുന്ന ആളുകൾ പങ്കെടുക്കട്ടെ, അവർക്കത് കിട്ടും. ആ പെരുന്നാൾ നിസ്കാരം കൊണ്ട് തന്നെ മതിയാകുമെന്ന് പറഞ്ഞു. ഈ ഹദീസിനെ രണ്ട് രൂപത്തിൽ വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട്. ആ ഹദീസിന് രണ്ട് തലങ്ങളുണ്ട്. ഒരാൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, നിർബന്ധമായും എല്ലാവരും വരണം എന്ന് അവിടെ പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് എല്ലാവർക്കും ആ ഇളവെടുത്തൂടെ എന്നൊരാൾക്ക് വേണ്ടി ചോദിക്കാം, അയാളെ കുറ്റം പറഞ്ഞുകൂടാം. മറ്റൊരാൾക്ക് പറയാം, ആ മദീനയിൽ എന്ന ആകെ ഒരു പള്ളിയേ ഉള്ളൂ, കുറേ ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ വരും, അതുകൊണ്ട് ആ വിദൂരത്തു നിന്ന് വരുന്ന ആൾക്കാരെ പറ്റിയാണത് പറഞ്ഞത്, എല്ലാവരും ഇളവെടുത്തു കഴിഞ്ഞാൽ അവിടെ ജുമുഅ നടക്കൂലല്ലോ, അങ്ങനെയും പറയാം. അപ്പൊ രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കാൻ വകുപ്പുള്ള ഒരു ഹദീസാണത്. അപ്പൊ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ ചോദിക്കണം, റസൂലേ താങ്കൾ എങ്ങനെ ഉദ്ദേശിച്ചത്? അതിനിപ്പോൾ റസൂല് ജീവിച്ചിരിപ്പില്ല. അപ്പൊ പിന്നെ നമുക്ക് പറ്റുന്നത് എന്താ? ഈ രണ്ട് അഭിപ്രായങ്ങളിൽ രണ്ടെടുത്താലും അള്ളാഹു സ്വീകരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടെടുത്താലും സ്വീകരിക്കും. റസൂലിനോട് ചോദിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പില്ലല്ലോ. പിന്നെ ഈ ഹദീസിന് രണ്ട് തലങ്ങളുണ്ട്, രണ്ട് രൂപത്തിലും വ്യാഖ്യാനിക്കാം. അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ അത് ഷിർക്കൊന്നും വരുന്നില്ല. അതുകൊണ്ട് രണ്ട് രൂപത്തിൽ വ്യാഖ്യാനിച്ചാലും പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ സൂക്ഷ്മതയ്ക്ക് ഏറ്റവും നല്ലത് ഏതാ? സൂക്ഷ്മതയ്ക്ക് ഏറ്റവും നല്ലത് ജുമുഅ കൂടി നിസ്കരിക്കുക. തൊട്ടടുത്ത് പള്ളിയുണ്ട്, നമുക്കിന്ന് വിദൂരങ്ങളിലേക്കൊന്നുമല്ല, തൊട്ടടുത്ത് പള്ളികളുണ്ട്. അപ്പോൾ സൂക്ഷ്മതയ്ക്ക് ഏറ്റവും നല്ലത് ജുമുഅ കൂടെ നിസ്കരിക്കുക. കാരണം ജുമുഅ നിസ്കരിക്കാൻ പാടില്ല എന്നാരും പറഞ്ഞില്ലല്ലോ. എല്ലാവരും അത് നിസ്കരിക്കുകയാണെങ്കിൽ നല്ലതാണ്, കൂലി കിട്ടും തന്നെ പറഞ്ഞത്. എന്നാൽ പിന്നെ ആ കൂലി അങ്ങ് ഏറ്റെടുത്തൂടെ? പെരുന്നാളിലൊരു ഒരു കൂലിയും കൂടി നമുക്ക് കിട്ടൂലേ? അപ്പോൾ ഇതിനൊരു വാശിയോ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സമാധാനത്തോടു കൂടി അതിൻ്റെ ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയേ വേണ്ടുള്ളൂ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം ചാർത്തേണ്ട യാതൊരു ആവശ്യമില്ല. ആ ഹദീസ് അങ്ങനെയാണ്. അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ അത് പങ്കെടുക്കണം. അത് തന്നെയാണ് ഏറ്റവും അഫ്ദൽ. അതിന് സൂക്ഷ്മതയ്ക്ക് ഏറ്റവും നല്ലത് അത് പങ്കെടുക്കൽ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അപ്പോൾ ആ രൂപത്തിലൊക്കെയാണ് അതിനെ നമ്മൾ കാണേണ്ടത്. അതിനൊന്നും നമ്മുടെ വിലപ്പെട്ട സമയം നമ്മൾ ചെലവാക്കാതിരിക്കുകയാണ് വേണ്ടത്. എല്ലാ മതക്കാരോടും സ്നേഹത്തോടും പരസ്പര ബഹുമാനത്തോടും കൂടി വർത്തിക്കാൻ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. എന്നാൽ സ്വന്തം മതത്തിലെ ആളുകൾക്കിടയിൽ പോലും വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തുന്നവരാണ് പല ആളുകളുമെങ്കിൽ നമ്മുടെ റമദാൻ കൊണ്ട് നമുക്ക് എന്ത് കിട്ടി? ആലോചിച്ച് നോക്കണം. നമ്മളൊരു പക്ഷേ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ തോളുകൾ വളരെ വളരെ അടുത്താണ്, പക്ഷെ നമ്മുടെ മനസ്സുകൾ കിലോമീറ്ററുകളോളം അകലത്തിലാണ്. ആ രൂപത്തിലാണ് നമ്മളെങ്കിൽ നമ്മുടെ റമദാൻ കൊണ്ട് നമുക്ക് എന്താണ് കിട്ടിയത്? ഏറ്റവും നല്ല സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും കഴിയുന്ന കേരളത്തിലെ ഹൈന്ദവ, ക്രൈസ്തവ, ഇസ്ലാം മതവിഭാഗങ്ങൾക്കിടയിൽ വർഗീയതയുടെയും ശത്രുതയുടെയും വിത്ത് പാകി മുതലെടുപ്പ് നടത്തുന്നവരെ നമ്മൾ തിരിച്ചറിയണം. എല്ലാ മതക്കാരോടും ചേർന്നുകൊണ്ട്, തോളോട് തോൾ ചേർന്നുകൊണ്ട് ഇത്തരം വർഗീയ ശക്തികളെ അകറ്റി നിർത്താൻ നമുക്ക് വളരെയധികം ഉത്തരവാദിത്തമുണ്ട്. ആ രൂപത്തിൽ നമ്മൾ പ്രവർത്തിക്കുകയും വേണം. അല്ലാഹു നമ്മളെല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഈ കഴിഞ്ഞ ഈ ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് ആളുകൾ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ വളരെയധികം പ്രയാസം അനുഭവിക്കുന്നുണ്ട് പല രാജ്യങ്ങളിലായിക്കൊണ്ട്. അള്ളാഹു അവർക്കെല്ലാവർക്കും ഏറ്റവും നല്ല സമാധാനമുള്ള അന്തരീക്ഷം നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. ലോക സമാധാനം നഷ്ടപ്പെടുത്തുന്ന, അക്രമങ്ങൾ അഴിച്ചുവിടുന്ന ഈ വൻ ശക്തികളെ അവരെ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. യുദ്ധം കാരണം ഈ പെരുന്നാളിന് നമ്മുടെ നാട്ടിലേക്ക് എത്താൻ സാധിക്കാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് പ്രവാസികൾ
നാനാഭാഗങ്ങളിലും നാനാ രാജ്യങ്ങളിലുമുണ്ട്. ഇന്ന് നമ്മോടൊപ്പം കൂടേണ്ട പല ആളുകളും അവർക്ക് ടിക്കറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ, ഫ്ലൈറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ അവിടെ തന്നെ കഴിയണം, കുടുംബത്തോടൊപ്പം ചേരാൻ സാധിച്ചിട്ടില്ല. അത്തരം ആളുകൾക്കൊക്കെ ഏറ്റവും നല്ല സമാധാനം നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. അള്ളാഹുവെ, ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ഈ ഒരു ഈദ്ഗാഹിലേക്ക് പോലും വരാൻ കഴിയാതെ വീട്ടിലിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് നീ ഏറ്റവും നല്ല ശാന്തിയും സമാധാനവും നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ ഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم. السلام عليكم ورحمة الله.